എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ജൂലൈ 6-ാം തീയതി നമ്മളൊരു ക്വിസ് മത്സരം കൂട്ടുകാർക്കായിട്ട് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. ആ ഒരു ക്വിസ് മത്സരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നടക്കാൻ പോകുന്നത്. വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ലൈക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ്. ക്വിസ് മത്സരത്തിൻ്റെ നിബന്ധനകൾ നമ്മൾ മുമ്പ് അറിയിച്ചതുപോലെ ആകെ 20 ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്വിസിൻ്റെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിന് ഉത്തരം കൂട്ടുകാർ 1 by 1 ആയിട്ട് 20 ചോദ്യങ്ങൾ നമ്പർ ഇട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒറ്റ കമൻറ്റിൽ തന്നെ കൂട്ടുകാരുടെ പേരും ക്ലാസ്സും സ്കൂളും ജില്ലയും ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതേപോലെ രേഖപ്പെടുത്തിയതിന് ശേഷം ജൂലൈ 10 വരെ കൂട്ടുകാർക്ക് രേഖപ്പെടുത്താനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ജൂലൈ 10 വരെ കൂട്ടുകാർ അറിയിച്ചിട്ടുള്ള ആ ഒരു ശരിയുത്തരത്തിൻ്റെ ലൈക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ശരിയുത്തരത്തിനായിരിക്കും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പരമാവധി എല്ലാവരുടെയും ഫോണിൽ നിന്ന് കൂട്ടുകാരെ അറിയിച്ച ശരിയുത്തരത്തിൻ്റെ ലൈക്ക് വർദ്ധിപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ്. ഒരിക്കൽ കൂടി ജൂലൈ 10 വരെ സമയമുണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? രണ്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? മൂന്നാമത്തെ ചോദ്യം, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? നാലാമത്തെ ചോദ്യം, സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ആറാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരാണ്? ഏഴാമത്തെ ചോദ്യം, കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? എട്ടാം ചോദ്യം, ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയുടെ പേര് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം, മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏതാണ്? പത്താമത്തെ ചോദ്യം, ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? 11ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? 12ാമത്തെ ചോദ്യം, ബഷീർ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? 13ാമത്തെ ചോദ്യം, കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? 14ാമത്തെ ചോദ്യം, ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? 15ാമത്തെ ചോദ്യം, കൊച്ചുനീലാണ്ടൻ, പാറക്കുട്ടി എന്നീ ആനകൾക്ക് കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? 16ാമത്തെ ചോദ്യം, ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? 17ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ചിത്രം പതിപ്പിച്ച 5 രൂപ സ്റ്റാമ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വർഷം എന്നാണ്? 18ാമത്തെ ചോദ്യം, ബഷീറിനെ സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം എന്ന്? 19ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? അവസാന ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരായിരുന്നു? അപ്പോൾ കൂട്ടുകാരെ, LP UP HS വിഭാഗത്തിലുള്ള കൂട്ടുകാർക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിട്ട് 1 by 1 ആയിട്ട് രേഖപ്പെടുത്തുക. കൂട്ടുകാരുടെ പേരും അതുപോലെ തന്നെ സ്കൂളും ക്ലാസ്സും ജില്ലയും കൂടി രേഖപ്പെടുത്താൻ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിക്കുക. ജൂലൈ 10 വരെ കൂട്ടുകാർക്ക് ഈ വീഡിയോയിൽ പ്രവേശിച്ച് കൂട്ടുകാരെ അറിയിച്ച ശരിയുത്തരത്തിൻ്റെ ലൈക്ക് വർദ്ധിപ്പിച്ച് സമ്മാനം കരസ്ഥമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.